ഈ മൻമോഹൻ സിംഗ് 87 മുതൽ 90 വരെ സ്വിസ്സിലാണ് ജോലി ചെയ്തത്. നമ്മൾ കാണില്ല, അത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അത് പോണ എൻട്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏതിൽ പോയി ഒരെണ്ണം റൈറ്റ് സൈഡിലാണെങ്കിൽ കുറച്ചൊരു ഇത്ര മീറ്റർ കഴിഞ്ഞിട്ട് വരണം ലെഫ്റ്റ് സൈഡിലായിരിക്കും. അത് ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് ഒന്നും ചെയ്യാനറിയാൻ പാടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാം. സ്വിസ്സിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നു 35 വർഷം. എൻ്റെ അറിവിൽ 4 പ്രാവശ്യമാണ് കറണ്ട് പോയേക്കണം. അതപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയായാലും ആരെങ്കിലും വന്ന് ഗേറ്റിൽ കൈവയ്ക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയട്ടെ. ഇന്ന് നമ്മുടെ കൂടെ വിശേഷം പറയാനുള്ളത് സ്വിറ്റ്സർലൻഡിൽ 42 വർഷമായിട്ട് താമസിക്കുന്ന ശ്രീ ജവഹർ ഈരാളിലാണ്. അദ്ദേഹം ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറേ വർഷം. ഓവർസീസ് കോൺഗ്രസ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഓവർസീസ് പ്രസിഡൻറ്റ്, സ്വിസ് കേന്ദ്രമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമായിരുന്നു കുറേയധികം വർഷം. ഇത് കൂടാതെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടിയാണ്. ഏഷ്യാനെറ്റ് യൂറോപ്പിൻ്റെ സ്വിറ്റ്സർലൻഡിലെ റിപ്പോർട്ടറുമായിരുന്നു 2002 മുതൽ 2018 വരെ. സ്വാഗതം. ഇന്ന് നമുക്ക് സ്വിറ്റ്സർലൻഡിനെ പറ്റിയും, കാരണം കേരളത്തിൽ പലരും പറയാറുണ്ട് നമ്മുടെ വാഗമൺ അതുപോലെ മൂന്നാർ ഒക്കെ സ്വിറ്റ്സർലൻഡ് ഇൻ കേരള എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡിനെ പറ്റി മലയാളികളൊക്കെ തന്നെ വളരെ കൗതുകത്തോടെയും വളരെ സന്തോഷത്തോടെയൊക്കെ ഓർക്കുന്ന ഒരു പ്രദേശമാണ്. അടുത്ത കാലത്ത് കേരളത്തിൽ വീണ്ടും വേറൊരു വിധത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC, ഒരു 49% ഓഹരി എടുക്കുന്നു. അപ്പോൾ അത് ഒരു ചെറിയ ഒരു വിവാദം എന്നോ കോൺട്രവേഴ്സി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചിലർക്ക് ആഘോഷം എന്ന് വേണമെങ്കിലും പറയാം, അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 1970 അവിടുത്തെ ഒരു ഫെറി ക്യാപ്റ്റനായിരുന്ന ജിയാൻ ലൂജി അപ്പോണ്ടെ തുടങ്ങിയതാണ്. അദ്ദേഹം ആദ്യം ഒരു ചെറിയ കപ്പൽ വാങ്ങിച്ചു. അതിനുശേഷം വളരെ വലുതായി ലോകത്തിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയാണ്. എന്ന് മാത്രമല്ല 100ഓളം കണ്ടെയ്നർ ടെർമിനൽസ് ഈ കമ്പനി അതിൻ്റെ ഒരു സബ്സിഡിയറി TAL ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഴിഞ്ഞത്തെ TAL ആണ് അതിലെ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഒരു ജോയിൻറ്റ് കമ്പനിയാണ് ഈ TAL. ആ TALൻ്റെ വേറൊരു പാർട്ട്ണർ എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്കാണ്, അതായത് US ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ബ്ലാക്ക് റോക്കും MSCയും അവർ സ്വിറ്റ്സർലൻഡ് കമ്പനിയും കൂടെ സംയുക്തമായിട്ടാണ് തീരുമാനങ്ങളെടുക്കുക ഈ വിഴിഞ്ഞത്ത് ഈ 49% കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം ഈ അമേരിക്കൻ കുത്തകകളെ എതിർക്കുകയും കുത്തകളൊന്നും ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മൾ. അപ്പോൾ അവിടെ ഈ ബ്ലാക്ക് റോക്ക് വിഴിഞ്ഞത്തെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വരുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വിറ്റ്സർലൻഡിലെ ഒരു പേരുകേട്ട ഒരു കമ്പനിയാണോ, എന്താണ് അതിനെപ്പറ്റി അവിടെയുള്ളൊരു വിവരം? MSC, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വിസ്സിൽ മാത്രമല്ല, യൂറോപ്പും മാത്രമല്ല, ലോകമൊട്ടുക്ക് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് 2 ഡിവിഷനാണുള്ളത്. ജനീവയാണ് ആസ്ഥാനം. ഒന്ന് ഈ ചരക്ക് നീക്കം, കണ്ടെയ്നർ ഇത്. അവർക്ക് ഏകദേശം 800 ജില്ലാൻ കപ്പലുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഒരു 13-14 യാത്രക്കപ്പലുകളുണ്ട്. അവരുടെ യാത്രക്കപ്പലിൽ ഞാൻ വെനീസിൽ നിന്ന് ക്രൊവേഷ്യ വരെ, അഡ്രിയാറ്റിക് സീ കൂടി ഗ്രീസൊക്കെ കവർ ചെയ്ത് അൽബാനിയ, ക്രൊവേഷ്യ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല ഷിപ്പുകളാണ് അവരുടെ. ഈ ചരക്ക് നീക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് MSC. MSCയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. പിന്നെ അവരുടെ ഇവിടുത്തെ ഓപ്പറേഷൻ, ഇന്ത്യയിലെ ഓപ്പറേഷൻ അവർ രണ്ട് പോർട്ടുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. മുന്ദ്രയും പിന്നെ എന്നൂറാണ്, 2 പോർട്ടുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ വിഴിഞ്ഞത്തെ കാര്യം, വിഴിഞ്ഞത്ത് അവരുടെ ആ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഇപ്പോൾ അവർ 13,000 കോടി രൂപ ഇവിടെ മുടക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ ഇവരായിട്ട്, അദാനിയായിട്ട്.
ആ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. MSc എന്ത് വിചാരിച്ചാലും നമുക്ക് നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്റ്റ് നോക്കിയിട്ട് നിയമപരമായിട്ട് ആലോചിച്ചിട്ട് അല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അദാനി എന്ത് പറഞ്ഞാലും MSc എന്ത് പറഞ്ഞാലും കേരള ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ ഫൈനൽ വേർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ MSc ഒരു ജനീവ ആസ്ഥാനമായിട്ടുള്ള ഒരു ഫാമിലി കൺസേൺ തന്നെയാണ്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലും അല്ല. അപ്പം ഒരു ട്രാൻസ്പെറൻസി തീരെയില്ല. അവർക്ക് പുറത്തേക്ക് അക്കൗണ്ടുകളൊന്നും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പനും ഇപ്പം മക്കളാണ് അത് കൂടുതൽ നടത്തുന്നത്. അപ്പം ഒരു വെറും സ്ട്രിക്ട്ലി ഫാമിലി കമ്പനി തന്നെയാണ്, ഫാമിലി ബിസിനസ് ആയിരിക്കും. ഈ സ്വിറ്റ്സർലൻഡിൽ സാധാരണ ഒരു പൗരൻ അവിടുത്തെ ഒരു സർക്കാർ ഓഫീസ് വെച്ചാൽ നമ്മുടെ ഇവിടെ സാധാരണ മനുഷ്യർ പോകേണ്ട ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, ചില കാര്യങ്ങൾക്ക് ഒരു കട തുടങ്ങണതിൽ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട്. അതുപോലെ ചിലപ്പോൾ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പോലീസ്, അങ്ങനെ സാധാരണ മനുഷ്യർ പോകുന്ന ഓഫീസുകളിൽ അവിടുത്തെ ക്യാൻറ്റൺ ബേസിലായിരിക്കും അവിടെ പോവുക. അല്ലെങ്കിൽ അല്ലാത്ത ഓഫീസിൽ പോകുമ്പോൾ അവിടെ പോകുന്നതും ഈ കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിൽ പോകുമ്പോഴും ഒരു പൗരന് എങ്ങനെയാണ് ആ വ്യത്യാസം? കേരളം നമ്മുടെ നമ്പർ 1 ആണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്, ഭരണത്തിലും എല്ലാ കാര്യത്തിലും. അപ്പം സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണ്? ഇവിടെ പല ഓഫീസുകളെ പറ്റി അറിയാമല്ലോ. അപ്പം എങ്ങനെ ഒരു റിപ്പോർട്ടറും കൂടെ ആയിരുന്നു ഏഷ്യാനെറ്റിന് എന്നുള്ളതും കൂടെ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് കേരളം പല കാര്യങ്ങളിലും നമ്പർ 1 ആണ്. നമ്മുടെ പോലീസ് സേന ലോകത്തിലെ ഏറ്റവും മികച്ച സേനകളിലൊന്നാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, രാഷ്ട്രീയക്കാരും ഭരിക്കുന്നവരും പറയും. പക്ഷെ അതിനോട് എനിക്ക് അത്രയ്ക്ക് യോജിപ്പില്ല. നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഇത്രയും വർഷം ജീവിച്ചിട്ടും അവിടുത്തെ LCT ബോർഡ് ഓഫീസ് എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഒരു പൗരന് ഈ പറഞ്ഞ ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ഞാനവിടെ ചെന്ന് ആദ്യം ഒരു ഫോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു ടെലിഫോണിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. എൻ്റെ അഡ്രസ്സും പറഞ്ഞു, പേരും ഡീറ്റെയിൽസും കൊടുത്തു. അവർ ഫോൺ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു. നമ്മൾ ആ ഓഫീസിൽ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊരു ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ, അത് കൂടുതലും പോണത് നമ്മൾ ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ എൻവയോൺമെൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ ഓഫീസാണ്. അവിടെ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിലോ 2 മിനിറ്റിലോ നമ്മുടെ കാര്യം നടന്നു കിട്ടും. ഒരു ശുപാർശയും വേണ്ട, ചുവപ്പ് നാടയില്ല, ഒരു താമസമില്ല. നടക്കാവുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ശുപാർശയില്ല, കൈക്കൂലിയില്ല, അഴിമതിയില്ല, അത് നടന്നു കിട്ടും. ഇവിടെ നമ്മൾ പല ഓഫീസുകളും കയറി ഇറങ്ങി, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത സാധാരണക്കാർ, സ്വാധീനമുള്ളവർ പലരും പല വഴി കൂടിയും കാര്യങ്ങൾ നടത്തും. അതില്ലാത്ത സാധാരണക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി ഇത് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇവിടത്തെ കാര്യങ്ങളെല്ലാം സൂപ്പറാണ്, ഇവിടെ എല്ലാം ടിപ്പ് ടോപ്പാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നേരെ മറിച്ചാണ്, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള പരിഗണനയാണ്. നമുക്ക് നിയമ അർഹതയുള്ള കാര്യങ്ങൾക്ക് ഒരു ശുപാർശ ആവശ്യമില്ല. പിന്നെ സർക്കാർ ഓഫീസുകളെല്ലാം രാവിലെ 7:30 അല്ലെങ്കിൽ 8-ന് തുറക്കും. ഒരു ഇൻ്റർവെൽ ടൈം ഉണ്ടാവും, ചിലപ്പോൾ 11:30-ക്കോ അല്ലെങ്കിൽ 12-നോ, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം ഉണ്ടാവും. വൈകുന്നേരം 4 മണി വരെ, 4-4:30 വരെ എല്ലാ ഓഫീസും വർക്ക് ചെയ്യും. 5 ഡേ വീക്കാണ്. എല്ലാ സാറ്റർഡേയും സൺഡേയും സർക്കാർ ഓഫീസുകളൊക്കെ മുടക്കാണ്. മറ്റ് ഇതിലൊക്കെ ജോലി ചെയ്യണവരാണെങ്കിലും 5 ഡേ വീക്കാണ്. എല്ലാവർക്കും 5 ഡേ വീക്കാണ്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ അത്യാവശ്യ സർവീസ്, നേഴ്സിംഗ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് അങ്ങനെയുള്ളവർ ഏതെങ്കിലും 2 ദിവസം അവർക്ക് അവധി കിട്ടും. ഈ പോലീസിലൊന്നും കൃത്യമായിട്ട് 8 മണിക്കൂർ ജോലി എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ പോലെയൊക്കെ തന്നെയാണ്. കാരണം അത് അതിൻ്റെ ഇതനുസരിച്ച്. പക്ഷേ സർവീസുകൾ, ജനങ്ങൾക്ക് കിട്ടേണ്ട സർവീസുകൾ ആരുടെയും ശുപാർശയോ കൈക്കൂലിയോ ഇല്ലാതെ, അപ്പം ആരെങ്കിലും സ്വിസ്സിൽ ഒരാൾക്കൊരു കൈക്കൂലി കൊടുത്തതായിട്ട് ഞാനിന്നുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സൂപ്പറാണ് അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇതാണെന്ന് പറയണതിലൊന്നും ഒരർത്ഥമില്ല. ഈ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു തോത്, അല്ലെ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, അല്ലെ ആ ഒരു മനുഷ്യരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഴിമതിയില്ല,
എല്ലാ കാര്യവും ഓഫീസിൽ പോകാതെ തന്നെ കാര്യങ്ങൾ ഒരു ഫോൺ കോളിൽ കൂടെ തന്നെ നടക്കും. ഇവിടെ നമുക്ക് ഓഫീസിൽ പോയി 10 പ്രാവശ്യം നടന്നാലും ചിലപ്പോൾ നടക്കണമെന്നില്ല, വിളിച്ചു പറയണം, അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കണം, സ്പീഡ് മണി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ 35 കൊല്ലമായിട്ട് അവിടുത്തെ ഒരു വികസനത്തിൻ്റെ ഒരു പുരോഗതിയും ഇവിടുത്തെ ഒരു പുരോഗതിയും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ വികാസത്തിലാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റേറ്റ് അവിടെയാണോ കൂടുതൽ ഇവിടെയാണോ? ഇവിടെ ഞാൻ ഈ 35 കൊല്ലമെന്ന് പറയാൻ കാരണം 1991 മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മൾ ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഇതൊക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. മൻമോഹൻ സിംഗ് ധനമന്ത്രിയാണ്, അദ്ദേഹമാണ് അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചത്. അതിനുശേഷം അദ്ദേഹം 10 വർഷം പ്രധാനമന്ത്രിയുമായിരുന്നു. ഏകദേശം 15 വർഷത്തോളം അദ്ദേഹം ഇത് ചെയ്തു. ഏകദേശം 17 വർഷത്തോളം നമ്മുടെ BJP സർക്കാരും വികസിത ഭാരതം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് 15 വർഷം, അതിൽ മൻമോഹൻ സിംഗിന് നല്ല റോളുണ്ട്. പിന്നെ വാജ്പേയിയും നരേന്ദ്രമോദിയും BJPയിലും 2 നേതൃത്വം. അപ്പോൾ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ 35 കൊല്ലം 91 ആ ലിബറലൈസേഷൻ, അതായത് ഇന്ത്യയിൽ ആർക്കും എന്ത് ഒരു വ്യവസായം തുടങ്ങാം, വിദേശത്തു നിന്നുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് തുടങ്ങാം, അതുപോലെ നമ്മളും എങ്ങോട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാം, ഗ്ലോബലൈസേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം? ഇന്ത്യ കൂടുതൽ പുരോഗമിക്കുന്നുണ്ടോ അതോ സ്വിറ്റ്സർലൻഡ് അങ്ങനെ വളരെ മുന്നോട്ട് പോകുന്നു, നമ്മളവിടെ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണോ എന്നുള്ളതാണ്. ഈ സ്വിറ്റ്സർലൻഡിൻ്റെ പുരോഗമനമൊക്കെ ഞാൻ 84 അവിടെ ചെല്ലുന്നത്. അന്നും ഉള്ളതിനേക്കാൾ വലിയ വികസനമൊന്നും ഇപ്പില്ല. കാരണം അന്നേ അത് പരമാവധി വികസിച്ച് കഴിഞ്ഞ ഒരു രാഷ്ട്രമാണ്. ഈ മൻമോഹൻ സിംഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. ഈ മൻമോഹൻ സിംഗ് 87 മുതൽ 90 വരെ സ്വിസ്സിലാണ് ജോലി ചെയ്തത്. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയൊന്നും ആയിട്ടില്ല, ഈവൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അവിടെ ജനീവയിൽ ഒരു സബ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു നയതന്ത്ര സ്റ്റാറ്റസുള്ളൊരു സ്ഥാപനമുണ്ട്. അത് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള 53 ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. മൻമോഹൻ സിംഗ് അതിൻ്റെ സെക്രട്ടറി ജനറലായിരുന്നു സബ് കമ്മീഷൻ്റെ. അപ്പോൾ ജനീവയിൽ ആ ഓഫീസിൽ പിന്നീട് ഞാൻ ആ ഓഫീസിൽ പോകാനിട വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മകൻ അവിടെ ജോലി ചെയ്ത്, ഇപ്പം അതിൻ്റെ പേര് സൗത്ത് സെൻറ്റർ എന്നാണ്. അപ്പം മൻമോഹൻ സിംഗിന് ശരിക്കും ഇപ്പോൾ സ്വിസ്സിലെയും അല്ലെങ്കിൽ വെസ്റ്റേൺ പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങളുടെ ആ പുരോഗതിയും അവിടുത്തെ രീതികളുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്വിസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോഡുകളും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മിതികൾ ഇതെല്ലാം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് നന്നായിട്ട് വരും. കാരണം സ്വിസ് ഫെഡറേഷനായത് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പാണ്. സ്വിസ് കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല, എനിക്ക് തോന്നുന്നത് സ്വിസ് ഫെഡറേഷനായിട്ട് 700 വർഷമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കൃത്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ ഈ 42 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം മുമ്പെങ്കിലും ഇവിടത്തെക്കാളും നല്ല ഹൈവേകളും കാര്യങ്ങളും ഒക്കെ അന്നേ അവിടെ ഉണ്ട്. അപ്പോൾ അത് ആ ഡെവലപ്മെൻ്റ് എല്ലാം വളരെ നേരത്തെ ഉള്ളതാണ് അവിടെ. അതേസമയം നമ്മുടെ ഇവിടുത്തെ റോഡുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡെവലപ്മെൻറ്റൊക്കെ കുറച്ച് റീസെൻ്റായിട്ട് നടന്നേക്കണതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമുക്കുണ്ട്. നല്ല ഹൈവേകൾ, വിമാനത്താവളങ്ങൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറെല്ലാം. എന്നാൽ വളരെ മോശമായിട്ടുള്ള ഡെവലപ്മെൻറ്റുള്ള സെക്ടറുകളുമുണ്ട്. ഉദാഹരണത്തിന് കുടിവെള്ളം, മാലിന്യം, പിന്നെ വൈദ്യുതി വിതരണം, ഇങ്ങനെയുള്ള പല ഫീൽഡിലും ഇനിയും നമ്മൾ അവിടത്തേക്ക് ഇതിനേക്കാളും ഒരു 75 വർഷമെങ്കിലും പിന്നിലായിരിക്കും നമ്മൾ പല കാര്യങ്ങളിലും. മാലിന്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയട്ടെ. ഈ മാലിന്യം ഒക്കെ കേരളത്തിൽ മാലിന്യമുക്ത കേരളം എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 20 വർഷമെങ്കിലും ചുരുങ്ങിയതായിട്ടുണ്ട്. ശുചിത്വ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജിതമായിട്ടൊരു കാര്യം ചെയ്യാമെന്നുള്ളൂ. എന്നിട്ടും ഇവിടെ ഇപ്പോഴും മാലിന്യം ഒരു വലിയ പ്രശ്നം തന്നെ.
അതുപോലെ മഴ പെയ്താൽ റോഡിൽ കുഴിയാണ്, മഴയാണ് ഇതിൻ്റെ കുഴിക്ക് കാരണമെന്ന് പറയുന്ന മന്ത്രിമാർ തന്നെ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ പവർ കട്ട്, ഇപ്പോഴും പവർ കട്ട്. ഈ സ്വിറ്റ്സർലൻഡിലും കുറേ തടാകങ്ങളും പുഴകളും ഒക്കെ ഉണ്ട്. അവിടെ എനർജി വേണമല്ലോ ഇത് വികസിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇപ്പോഴും നമുക്ക് പവറില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഈ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസമാണെന്ന് തോന്നി, കുട്ടികൾക്ക് പഠിക്കാൻ പോലും നമുക്ക് കറണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ലൈറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, വ്യവസായം തുടങ്ങാൻ കറണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും പവർ കട്ട്, ഈ വർഷവും പവർ കട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് വികസിതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂറോപ്പ് പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. കഴിഞ്ഞ ഒരു 10-35 കൊല്ലമായിട്ട് നമ്മൾ ശ്രമത്തിലാണ്. പക്ഷേ അതും നമ്മളിവിടെ കാണുന്നില്ല. മുന്നോട്ട് ആണോ അതോ നമ്മൾ പുറകോട്ടാണോ എന്നുള്ള സംശയം പോലും പലപ്പോഴും നമുക്ക് തോന്നും, പല ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അവിടെ അങ്ങനെ നടക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു വികസനം വരുന്നതിന് വിലങ്ങുതടികൾ എന്തൊക്കെയാണ്? ആരാണ് ഇതിന് കാരണക്കാർ? അഴിമതിയാണോ ഇതിൻ്റെ കാരണം? അതോ നമുക്ക് അവിടെ പോയി രാഷ്ട്രീയക്കാരൊക്കെ അവിടെ പോയി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും തന്നെ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി 1975 വരെ സ്വിറ്റ്സർലൻഡിൽ പോയി കണ്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുണ്ട്. മിക്ക നേതാക്കന്മാരും അവിടെ ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. ശ്രീ പിണറായി വിജയൻ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇവർക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ, കാണാഞ്ഞിട്ടുമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇവരൊന്നും ഇത് നടപ്പാക്കുന്നില്ല? ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി എടുക്കാം. അവിടെ ഞാൻ ചെന്നിട്ട് ഞാൻ താമസിക്കുന്ന ഇതിൻ്റെ മുമ്പിലുള്ള റോഡ് ഈ കാലത്തിനിടയ്ക്ക് ആകെ ഒരു പ്രാവശ്യം ടാർ ചെയ്തേക്കണം. എന്നാൽ ഒരു നവംബർ മുതൽ സ്നോയാണ്, ഒരു മാർച്ച് അവസാനം വരെ മിക്കവാറും മഞ്ഞ് ഇപ്പം ഇത്തിരി കുറവാണ്, മഞ്ഞും അതിനോടൊപ്പം മഴയും എല്ലാം നല്ലോണം. പക്ഷെ ഡ്രൈനേജ് സിസ്റ്റം നല്ലോണം ഉണ്ട്. ഡ്രൈനേജൊന്നും ഓപ്പൺ ഡ്രൈനേജ് അല്ല, അല്ലെങ്കിൽ അതിന് മുകളിൽ സ്ലാബിലല്ല, റോഡിൽ തന്നെയാണ് ഡ്രൈനേജ്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇരുമ്പിൻ്റെ ഇങ്ങനെ കള്ളിയായിട്ടുള്ള അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം പോവും. ഡ്രൈനേജും സുവേജും രണ്ടും റോഡിലാണ്. നമ്മൾ കാണില്ല, അത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അത് പോണ എൻട്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏതിൽ പോയി ഒരെണ്ണം റൈറ്റ് സൈഡിലാണെങ്കിൽ കുറച്ചൊരു ഇത്ര മീറ്റർ കഴിഞ്ഞിട്ട് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലായിരിക്കും. അങ്ങനെ മാറിയാണ്. അപ്പോൾ എല്ലായിടത്തും വെള്ളം പോകും. വെള്ളം കെട്ടി നിൽക്കില്ല. ഇവിടെ പല സ്ഥലത്തും റോഡ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുന്നുണ്ടെന്ന് തോന്നുന്നു. ഡ്രൈനേജ് ശരിക്കും വർക്ക് ചെയ്യാത്ത ഓടകളൊക്കെ അടഞ്ഞു പോവുകയും മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ ശരിക്കും ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും പ്രശ്നം, ശരിക്കും ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഈ റോഡുകളെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ വളരെ കുറച്ച് റോഡുകളേ ഉള്ളൂ, നല്ല റോഡുകൾ. പിന്നെയൊക്കെ ഒരുതരം പ്രാകൃതമായ രീതിയിലുണ്ടാക്കിയുള്ള വഴികളാണ്. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തിട്ടാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാലം ഉണ്ടെങ്കിൽ സ്വിസ് മുഴുവൻ കുന്നും മലയാണ്, കംപ്ലീറ്റ് കുന്നും മലയാണ്. പക്ഷേ ഇതൊരു കയറ്റമോ ഇറക്കുമോ നമ്മളറിയില്ല. അത് പ്ലാൻ ചെയ്ത് റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ റോഡ് ഉണ്ടാക്കുമ്പോൾ കുത്തനെ പാലത്തിലേക്ക് കയറും, അതുപോലെ തന്നെ പട്ടയെന്നും പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങും. അതിന് ഒരു കാരണം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഇവിടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള കടകളെയൊക്കെ ഇത് ചെയ്യാനാണ്. കടയിലേക്ക് ആളുകൾക്ക് ഇറങ്ങാനും പിടിക്കാനുമായിട്ട് ഒരുപാട് പൊക്കത്തിൽ വെച്ചാൽ കടയൊക്കെ താഴ്ത്തായി പോകും. പക്ഷേ എന്നാലും അപകട സാധ്യത കൂടുതലാണ്. അത് ഇവിടുത്തെ എഞ്ചിനീയർമാർക്കൊന്നും ചെയ്യാനറിയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. പിന്നെ റോഡിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റിലുള്ള പൈസ മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും പങ്കിട്ടെടുക്കണമെന്നുള്ളതാണല്ലോ പൊതുവെ ആളുകൾ പറയണത്. അപ്പോൾ അത് ഒരു കാര്യം. റോഡുണ്ടാക്കുമ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഈ വൈറ്റിലയും കുണ്ടന്നൂർ വൈറ്റിലാണെന്നാണ്, നമ്മൾ റോഡിൽ നിന്ന് ചെന്നിട്ട് ആ പാലത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ഭയങ്കര ഹൈറ്റാണ്. അതൊരു ഹൈവേ ആണ്, അല്ല NH 566. ആ ഹൈവേയിൽ അങ്ങനെ ഒരു ഇത് നമ്മൾ ഇവിടെ പരിചയമില്ലാത്തൊരാൾ വരുവാണെങ്കിൽ വളരെ സ്പീഡിൽ പാലത്തുമ്പഴി എന്ന് കഴിയുമ്പോൾ അടിതട്ടും. കാരണം ഹൈവേയിൽ നമുക്ക് 100 കിലോമീറ്റർ വരെ പോവാം, എല്ലാ സ്ഥലത്തും അല്ലെങ്കിലും. അപ്പോൾ അടിതട്ടും. പിന്നെ പാലത്തിൻ്റെ സ്പാനുകളുടെ ജോയിൻറ്റ്, ഇപ്പോൾ വരാപ്പുഴ പാലത്തിൻ്റെ ജോയിൻറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. അതേസമയം നമ്മുടെ ഗോശ്രീ പാലത്തിൻ്റെ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങിയും താണും ആണ് കിടക്കുന്നത്. ഇതൊക്കെ ശരിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എൻജിനീയർമാരെ കൊണ്ടും ഇപ്പം കരാറുകാരെ കൊണ്ടും ഇത് ചെയ്യിക്കുന്നതിലാണ് അതിൻ്റെ കഴിവ്. ഇപ്പോൾ ഗോശ്രീ പാലങ്ങൾ കൺസ്ട്രക്ട് ചെയ്തത് എനിക്ക് വേണമെങ്കിൽ ഏക്കാരണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. വളരെ കുറച്ച് പണം അതിന് വന്നുള്ളൂ, 10-35 കോടിയെ മറ്റേ വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ആ പാലത്തിനുണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. ഉള്ള റിസോഴ്സ് വെച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിൽ ഇനി പവറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി, ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നു 35 വർഷമാണ്. ഇപ്പം ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് എൻ്റെ മദർ കൺട്രിയിൽ, എൻ്റെ ഹോം ലാൻഡിൽ കുറച്ചാൾ ജീവിക്കണം. എനിക്കിവിടെ നിൽക്കേണ്ട ഒരാവശ്യമുണ്ട്, ഒഴിച്ചുവിടാനാവാത്തൊരാവശ്യമുണ്ട്. അപ്പോൾ കുറച്ചാൾ നിൽക്കണമെന്നുള്ളതിൽ ഞാൻ ഇവിടെ നിൽക്കും, പിന്നെ കുറച്ച് അവിടെ പോയി നിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് 2018 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 6-ാം തീയതി 4 പ്രാവശ്യം ചെറായിൽ, ഞാൻ ചെറായിക്കാരനാണ്, 4 പ്രാവശ്യം ചെറായിൽ കറണ്ട് പോയി പകൽ. സെപ്റ്റംബർ 12-ാം തീയതി ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. 6 പ്രാവശ്യം കറണ്ട് പോയി. സ്വിസ്സിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നു 35 വർഷം. എൻ്റെ അറിവിൽ 4 പ്രാവശ്യമാണ് കറണ്ട് പോയേക്കണം. അത് തന്നെ ഏകദേശം ഒരു 2 ആഴ്ച 10 ദിവസം മുമ്പ് അവർ രേഖാമൂലം, അന്ന് ഈ നേരത്തേക്ക് ഈ മൊബൈൽ ഫോണും ഇതൊന്നും ഇല്ലല്ലോ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഫോണിൽ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഒരു രേഖാമൂലം നമ്മുടെ ലെറ്റർ ബോക്സിൽ ഇടും. അതിനൊരു ഒരു കാരണമുണ്ട്. എല്ലാ ലൈനും പോണത് ഭൂമിയുടെ അടിയിൽ കൂടിയാണ്. എന്നിട്ട് പുറമേ നമ്മൾ ഹൈ ടെൻഷൻ ലൈനുകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ തെങ്ങ് വീഴുമോ അല്ലെങ്കിൽ മരം വീഴുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വെട്ടി പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആ ജോയിൻറ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് നേരമാണ് ഈ ഓഫ് ചെയ്യണത്. ഇപ്പം നമ്മൾ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ മുൻകൂട്ടി അറിയിക്കാതെ അവരത് ചെയ്യില്ല. ഇവിടെ അവർക്ക് തോന്നുമ്പോൾ അവർ ഓഫ് ചെയ്യും. തോന്നുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാറ്റടിച്ചാൽ, അപ്പോൾ ഒരു മിന്നൽ വന്നാൽ, കാറ്റടിച്ചാലല്ല, ഒരു മിന്നൽ വന്നാൽ ലൈൻ ഓഫ് ചെയ്യും. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പോരാ. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വീട്ടിലെ റോഡ്, ഞാൻ ചെറായിൽ റിപ്പബ്ലിക് റോഡ്, ചെറായി പറവൂർ റോഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഒരു 100 മീറ്ററോളം റോഡിൽ നിന്ന് ലൈൻ വലിച്ചിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിലേക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ കമ്പികൾ 4 ഉള്ളത് പഴയതായിട്ട് കാറ്റ് നല്ല കാറ്റടിച്ചു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഒരു പടക്കം പൊട്ടണ പോലത്തെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ കമ്പി, അപ്പോൾ അന്നേരം എനിക്കത്ര ഒന്നും തോന്നിയില്ല, അത് പടക്കം ഞാൻ കണ്ടു ഇങ്ങനെ. അപ്പോൾ അവിടെ ഈ പൂത്തിരി കത്തിക്കണ പോലെ മഴയുണ്ടായിരുന്നുകൊണ്ട് ഇറങ്ങി ചെന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പോൾ കറണ്ട് പോയില്ല, 3 ഫേസാണോ, കറണ്ടൊന്നും പോയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് എൻ്റെ കോമ്പൗണ്ടിലൊരു പോസ്റ്ററുണ്ട്. അത് ഏകദേശം ഒരു 50-55 മീറ്റർ വരും. അതിലൊരു കമ്പി പൊട്ടിയിട്ട് ഈ ഔട്ട് ഹൗസിന് മുമ്പിലും കിടപ്പുണ്ട് കമ്പി. റോഡിൽ നിന്ന് പൊട്ടിയേക്കണത് എൻ്റെ നടുക്കൊരു ഗേറ്റ് ഉണ്ട് വീടിൻ്റെ, അത് മെറ്റലിൻ്റേതാണ്, അതിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഷോക്ക് ഉണ്ടാവും എന്നുള്ളതായിരിക്കും. കാരണം പണ്ടൊരിക്കലും ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പൊട്ടിന്നേയും കേട്ടിട്ടുണ്ട്, പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ വിളിച്ചു, ഞാൻ ചെറായി ഓഫീസിൽ വിളിച്ചു. 13:47 ആദ്യം വിളിക്കണത്. 13:51 വരെ ഞാൻ 3 പ്രാവശ്യം വിളിച്ചു. എപ്പോഴും അത് എൻഗേജാണ്. അതപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയായാലും ആരെങ്കിലും വന്ന് ഗേറ്റിൽ കൈവയ്ക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഞാനങ്ങനെ 19-12 വിളിച്ചിട്ട്, തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആയിരിക്കും, ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൽ ചോദ്യങ്ങളുണ്ട് എന്താണ്. അപ്പോൾ സർവീസ് വെയർ ആണ്, ഇത് സർവീസ് വെയർ ആണല്ലോ ഇതായി. ഞാൻ സർവീസ് വെയർ ആണെന്ന് പറഞ്ഞാൽ അവർ ആ കംപ്ലയിൻറ്റ് എൻ്റെ ഒരു ടോക്കൺ നമ്പറും തന്നു. അപ്പോഴും എനിക്ക് ഉള്ളിൽ ഭയമാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ച എൻ്റെ ഒരു ഡ്രൈവർ പണ്ട് 80കളിൽ നമ്മുടെ അടുത്ത് വെച്ചല്ല, അയാൾ ജംഗ്ഷനിൽ വന്ന് വീട്ടിൽ പോകുന്ന വഴി വെള്ളത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണിട്ടുണ്ടായിരുന്നു.
ചെറായിത്തന്നെ. എൻ്റെ കൂടെ പഠിച്ച ആളാണ്. പുള്ളി അതിൽ കാലെടുത്ത് വയ്ക്കുകയോ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ സീരിയസ്നെസ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇലക്ട്രീഷ്യൻ എടുത്തിട്ടുണ്ട്. അവനെ വിളിച്ച് എലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ പറഞ്ഞു വിട്ടു. പുള്ളി പറഞ്ഞു, ചേട്ടൻ പുറത്തിറങ്ങരുത്, ഇത് അപകടമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഗേറ്റിൽ ഇത് വീണ് കിടന്ന മെറ്റലായതുകൊണ്ട് അപകടമുണ്ട്, കമ്പിമേ ഒന്നും തൊട്ട് വീട്ടിന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ എലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫോണൊക്കെ എടുക്കണം, പുള്ളി ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അപ്പം പറഞ്ഞിങ്ങനെ 2 പ്രാവശ്യം വിളിച്ചൊക്കെ ലൈൻ പൊട്ടി വീണിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫോണിൽ ഇപ്പോഴും അതിൻ്റെ കോൾ റെക്കോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ അവർക്ക് അതിൽ ഗൗരവം മനസ്സിലായി. വേഗം 2 പേര് വന്നു, റോഡിലത്തെ ഫ്യൂസ് ഊരി അത് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് വന്നില്ലെന്നാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്ന് അവരത് ശരിയാക്കി തന്നു. 3 ഫേസ് ആയതുകൊണ്ട് കറണ്ട് ഇവർ ദൂരുന്നവരെ കറണ്ട് പോയില്ല. ഇതാണ് നമ്മുടെ സർവീസിൻ്റെ മഹത്വം. ഇങ്ങനൊരു സംഭവം സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിയിലോ ഓസ്ട്രിയയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇത് അണ്ടർഗ്രൗണ്ടാണ്, കേബിളൊക്കെ അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ അത് പവറിൻ്റെ പിന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. ഇപ്പോൾ എൻ്റെ തന്നെ 1-ൽ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഈ 6-7 വർഷത്തിനിടയ്ക്ക് കേടായി പോയിട്ടുണ്ട്. അത് വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ കൊണ്ടാണെന്നാണ്. ലൈനിൽ കൂടി മിന്നൽ കയറിയിട്ട് എനിക്ക് ഒരു 50,000 രൂപയുടെ സാധനങ്ങളെല്ലാം കൂടി നശിച്ചു പോയി. അപ്പോൾ വീടിന് ഇൻഷുറൻസ് ഉണ്ട്, അവർ അത് തരില്ല. കാരണം ഇലക്ട്രിസിറ്റിക്ക് ലൈനിൽ കൂടി കയറി ഇതിൽ കൂടി ഇലക്ട്രിക്കൽ ലൈനിൽ കയറി ഇത് ചെയ്താലും മിന്നൽ കയറിയാലും ഞങ്ങൾ തരില്ല. വീട് നെടുകെ പിളർന്നു പോയാൽ ഞങ്ങൾ പേ ചെയ്യും. ഇതാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇടയത്. ഇതാണ് ഇവരുടെയാണ്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കുടിവെള്ളം കോസ്റ്റൽ ഏരിയയിൽ ഇപ്പോൾ 10-600 കിലോമീറ്റർ കടപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നെ വിളിച്ചു. എൻ്റെ അതേ വീടിന് നിന്ന് ഒരു 70 മീറ്റർ അകലെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, വീട്ടിൽ വെള്ളം ഡയറക്റ്റ് ലൈൻ വെള്ളം വരണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളം വന്നുണ്ട്, പക്ഷെ നൂല് പോലെയാണെന്ന് പറഞ്ഞു വെള്ളം. ഇവിടെ അങ്ങനെ തന്നെയാണ്, കുറച്ചായി ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടിയിലൊരു ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്ന് അടിച്ച് അതിൽ കയറും, അതിൽ നിന്ന് അടിച്ച് മുകളിൽ കയറ്റിയിട്ട് ആണ് ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ ഈ ക്ലിനിക്കല്ലേ വെള്ളത്തിനൊക്കെ ആവശ്യം വരുമ്പോൾ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത്ര നാളുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈനിലുള്ള എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ടാങ്ക് മേടിച്ച് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയാമോ, ചെറായി പാലം മുതൽ ചെറായി ജംഗ്ഷൻ വരെ ഏകദേശം ഒരു 800-900 മീറ്റർ ഉണ്ടാവും. അവിടെയുള്ള 2 സൈഡിലുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. ഈ പൈപ്പ് പഴയതായിട്ട് അവർക്ക് ഫോഴ്സിൽ വെള്ളം അതിൽ വിടാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വെള്ളം കുറേശ്ശേ വിടണുള്ളൂ. ഇതാ പ്രശ്നം. ഇത് കസ്റ്റമർ, ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ കരവടയ്ക്കാണ് കസ്റ്റമർ അറിയേണ്ട ഒരു ആവശ്യമില്ല. ഇത് അവർക്ക് ആ പൈപ്പ് മാറ്റിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടുത്തെ MLA ആരാണ്? ടോണി ചെമ്മണി. പുള്ളി ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. നേരത്തെ വേറൊരാളായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ.